കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ നമ്മെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 1:3 വാക്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചേ. ആ വാക്യം: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. തിരുവചനം നമുക്ക് ഉറപ്പായും തരുന്നൊരു വാക്കാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നതാണ്? ഈ വചനം എപ്പോഴും നമുക്ക് ഉറപ്പുകളാണ് തരുന്നത്. അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. ആർക്കാണ് ആ ഉറപ്പ് കൊടുക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണെന്ന് ചോദിച്ചാൽ ബൈബിളിലെ ഒരു അർത്ഥം ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ, കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വലിയ വേനലുകളിൽ ഒത്തിരി മരങ്ങൾ ഉണങ്ങും. പക്ഷേ ഈ ആറിൻ്റെ അരികെ നിൽക്കുന്ന മരങ്ങൾ തളർത്ത് നല്ല പച്ച പോലെ നിൽക്കുന്ന കാണാം. കാരണം അറിയാത്ത റൂട്ടിൽ അതിൻ്റെ വേരുകൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ വേരുകൾ അടിയിൽ ചെന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട്. സത്യമാണ്. ഇതുപോലെ തന്നെയാണ് ദൈവവചനം ധ്യാനിക്കുന്നവൻ. ലോകത്തിൽ നിന്നല്ലാത്ത ഒരു സ്രോതസ്സിൽ നിന്ന് അവൻ തൻ്റെ ജീവന് ആവശ്യമായത് സ്വീകരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവൻ ചെയ്യുന്നത് എല്ലാം സാധിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിനകത്ത് നിങ്ങൾ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവവചനമായി നിങ്ങൾ ഇടപെടൽ. മോശയ്ക്ക് ശേഷം ദൈവം എഴുന്നേൽപ്പിച്ച യോശുവ എന്ന ശക്തനായ ലീഡറിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: വചനം നീ പ്രമാണിക്കുക, കണ്ണിൽ നിന്ന് മാറ്റരുത്, എന്നാൽ നീ സക്സസ് ആകുന്നവരുടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സക്സസ് ആകാൻ പോവാ. കാരണം നിങ്ങളെ സക്സസ് ആക്കുന്നത് നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ചെയ്യുന്നതൊക്കെ സാധിക്കാൻ പോവാ. തുടങ്ങുന്നതെല്ലാം വിജയിക്കാൻ പോവാ. നിങ്ങളെ കണ്ട് ആശ്ചര്യപ്പെടുന്ന നിലയിൽ ഒരു തളിർപ്പ്, ഒരു പുഷ്ടി വേറൊരു സ്രോതസ്സിൽ നിന്നല്ല, ദൈവവചനത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സാധിക്കും നിങ്ങൾ ചെയ്യുന്നതെല്ലാം. യെസ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങളെ രാവിലെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സാധ്യമാക്കുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം രാവും പകലും ധ്യാനിക്കുവാനുള്ള കൃപയെ ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാപിക്കുകയാണ് അങ്ങിൽ നിന്ന്. യേശുവേ, അങ്ങയുടെ വചനത്തിലുള്ള വിടുതലുകളും സൗഖ്യവും എല്ലാം ഞങ്ങളെ ജനത്തിന് പകർന്ന് പ്രാർത്ഥിക്കും. ഇന്നിവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് സാധ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ സകലതും സാധിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയും. ഇന്ന് കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. അതിലൂടെ ഞങ്ങളെ പല മേഖലകളിൽ അങ്ങ് ഞങ്ങളെ സാധ്യമാക്കുന്ന, അസാധ്യതകളെ മാറ്റുന്ന, വഴികളെ തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അതെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.
ഇന്നത്തെ ദിവസം ഈ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഈ ദിവസത്തെ അനുഗ്രഹിച്ച് നിൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു. അവർക്ക് വചനം വായിക്കാനും വചനത്തെ സ്നേഹിക്കാനും ഒരു കൃപ കൊടുക്കണേ കർത്താവെ. അറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ അവരാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. മറക്കല്ല്, ഈ വചനം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദൈവത്തിൻ്റെ വചനം എന്നെ ശക്തീകരിക്കും. ഞാൻ അറ്റരികത്ത് നിൽക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ആമേൻ. God bless you. Shalom.